ആമേൻ ആമേൻ. യേശുവിൻ്റെ ഏറ്റവും പ്രിയമുള്ള കുഞ്ഞെ, ജോബിൻ്റെ പുസ്തകം 10-ാം അധ്യായം 10-ാം വാക്യം. അവിടുന്ന് തന്നെ പാലുപോലെ പകർന്ന് തൈര് പോലെ ഉറകൂട്ടിയില്ലേ? അവിടുന്ന് തന്നെ പാലുപോലെ പകർന്ന് തൈര് പോലെ ഉറകൂട്ടിയില്ലേ? ജോബിൻ്റെ വാക്കാണിത്. സത്യത്തിൽ ഇതൊരു സത്യമാണ്. പാലുപോലെ ഒഴുകി പരന്ന് തീർന്നു പോകാൻ ഇടവരുത്തിയാലും ദൈവം നമ്മെ തൈര് പോലെ ഉറകൂട്ടും. ഒന്നും വെറുതെയല്ല. കർത്താവിൻ്റെ മുമ്പിൽ, കർത്താവിൻ്റെ സന്നിധിയിൽ, കർത്താവിൻ്റെ പ്രോവിഡൻസിൽ നാം കടന്നു പോകുന്നത് ഒന്നും വെറുതെയല്ല. അവിടുന്ന് തന്നെ പാലുപോലെ പകർന്ന്, പക്ഷേ തൈര് പോലെ ഉറകൂട്ടി. പരന്നൊഴുകി പകർന്ന് നശിക്കുവാൻ, ഒഴുകി പരന്ന് തീർന്നു പോകാൻ ഇട വന്നേക്കാം. പക്ഷേ കർത്താവിൻ്റെ കയ്യിലാണെങ്കിൽ പിന്നീട് തൈര് പോലെ ഉറകൂട്ടപ്പെടും, ഒരിക്കലും മങ്ങിപ്പോകില്ല. കർത്താവിൻ്റെ കരങ്ങളിൽ തൈര് പോലെ ഉറകൂടും വരെ നമുക്കിത് സഹിക്കാം, നമുക്ക് പോരാടാം, നമുക്ക് പ്രാർത്ഥിക്കാം, നമുക്ക് സ്തുതിക്കാം. ഇതാണ് ക്രിസ്തീയ ജീവിതം. ആമേൻ ആമേൻ ആമേൻ.